അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മ തിന്മ ഇത് രണ്ടും വേർതിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെ പല ബന്ധങ്ങളിൽ, അതായത് സുഹൃത്ത് ബന്ധമായിക്കോട്ടെ, രക്തബന്ധമായിക്കോട്ടെ, ഈ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും ശത്രുതയും വിള്ളലും ഒക്കെ വരണത് ഈ തിന്മകൾ കൊണ്ടാണ്. അറിഞ്ഞുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അറിയാണ്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ വന്ന് തിന്മ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അപ്പം ആ തിന്മയെ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ ആ മനുഷ്യനോട് വ്യക്തിപരമായിട്ട് നമുക്ക് പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ കുറ്റമാവും. കാരണം അയാൾ ഒരു നന്മയായിട്ട് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചെയ്തു പോയത് നമുക്ക് ചിലപ്പോൾ തിന്മയായിട്ടാവും ഭവിക്കുന്നുണ്ടാവുക. പക്ഷെ അയാളുടെ ഉള്ളിലൊരു പക്ഷേ അത് നന്മയായിട്ട് തോന്നിയിട്ടായിരിക്കും അയാൾ അത് ചെയ്തിട്ടുണ്ടാവുക. ചില സന്ദർഭങ്ങളിൽ അയാൾ തിന്മ ചെയ്യണം എന്നുദ്ദേശിച്ചിട്ട് തന്നെ നമുക്ക് തിന്മ ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏത് വിധത്തിലാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നന്മയായിട്ടാണോ ഇത് ചെയ്ത് തിന്മയായിട്ടാണോ ചെയ്തത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കാണുന്ന എല്ലാം നമുക്ക് തിന്മയായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ പൊറുത്തില്ലെങ്കിൽ അതൊരു പാപമായിട്ട് നമ്മുടെ കൈകളിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പരിശുദ്ധനായ അല്ലാഹു പറയുകയാണ്, നമ്മൾ തിന്മയെ, അതായത് ഏത് തരത്തിൽ അവർ നമ്മളോട്, മറ്റുള്ള ആളുകൾ നമ്മളോട് തിന്മ ചെയ്താലും നമ്മൾ നന്മയെ ചെയ്ത് അതിനെ പ്രതിരോധിക്കണം എന്നാണ് പറയണത്. തിന്മ ചെയ്ത് നമ്മളോട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നമ്മൾ നന്മ തിരിച്ച് ചെയ്തു കൊടുക്കാനാണ് പറയണത്. സൂറത്തുൽ ഫുസീലത്ത് ആയത്ത് 34 ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാതെ കേൾക്കണേ. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധു എന്നോണമായിത്തീരുന്നു. നമുക്കെപ്പോഴും നന്മ ചെയ്യാൻ മാത്രം തോന്നട്ടെ അല്ലേ? അതിന് കഴിയുന്ന ആളുകളൊക്കെ വളരെ കുറവാന്നേ. എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മയൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അള്ളാഹുവിൽ ബിസ്മി ചൊല്ലി എന്ത് കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോഴും ആ കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിൽ അള്ളാഹു എത്തിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പയ്യെ പയ്യെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം കടന്നു വരികയാണ്. ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിടുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം എപ്പോഴും നമ്മളോടൊപ്പം